ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന ഭാഗത്തുള്ള കേരളത്തിൻ്റെ സവിശേഷതകൾ എന്ന ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗമാണ് ആന. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പലിൻ്റെ ശാസ്ത്രീയ നാമം ബ്യൂസറസ് ബൈക്കോണിസ് എന്നാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കരിമീൻ്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുറാടെൻസിസ് എന്നാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറ. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഇളനീരാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്കയാണ്. ചക്കയുടെ ശാസ്ത്രീയ നാമം അർട്ടോകാർപ്പസ് ഹെട്രോഫൈലസ്. കേരളത്തിൻ്റെ സംസ്ഥാന ശലഭമാണ് ബുദ്ധമയൂരി. ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം പാപ്പീലിയോ ബുദ്ധ. കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി അംഗീകരിച്ചത് ആരുടെ വരികളാണ്? MD വാസുദേവൻ നായർ. കേരളത്തിന് ഒരു ഔദ്യോഗിക ഗാനം തിരഞ്ഞെടുക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച പാനലിൻ്റെ കൺവീനറാണ് റാണി ജോർജ്. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പത്രിക അല്ലെങ്കിൽ ത്രൈമാസികയാണ് അറിവോരം. കേരള നിയമസഭ ആരംഭിച്ച ടെലിവിഷൻ ചാനലാണ് സഫ TV. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1 1956 കേരളം രൂപീകൃതമായപ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം 5. കേരളത്തിൻ്റെ ജനസംഖ്യ 3,34,6,061. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകൾ 14. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ 152. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ 941. കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം 27. കേരളത്തിലെ റവന്യൂ വില്ലേജുകളുടെ എണ്ണം 1666. കേരളത്തിലെ താലൂക്കുകൾ 78. അവസാനമായിട്ട് രൂപം കൊണ്ടത് അട്ടപ്പാടി. കേരളത്തിലെ നഗരസഭകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം 6. കേരളത്തിലെ നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14. കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2. സുൽത്താൻ ബത്തേരി, മാനന്തവാടി. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങൾ 20. ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ 2. ആലത്തൂറും മാവേലിക്കരയും. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകൾ 9. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം 13. കേരളത്തിലെ വിദ്യാഭ്യാസ ജില്ലകളുടെ എണ്ണം 41. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം നെയ്യാറ്റിൻകര. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം കാസർഗോഡ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഗ്രാമം കളിയിക്കവിള. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമം തലപ്പാടി. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂരാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.